Today we are discussing language families, various language families, and especially the language family we have to study Indo-European languages. Indo-European language family or Indo-European languages. So let us begin with the language families. We have a multitude of languages. In our world, there are a lot of plenty of numerous languages existing. We have a multitude of languages in the world today. Though they are different from one another, though these languages differ from one another, or they are different from one another, we can group them into families. We can easily group them into various families. Many languages can be traced to a common ancestor. Many languages can be traced to a common ancestor. ധാരാളം ഭാഷകൾക്ക് പൊതുവായി ഒരു പൂർവികനാണ് അല്ലെങ്കിൽ ഒരു പേരൻ്റാണുള്ളത്. ധാരാളം ഭാഷകൾക്ക് ഒരു പേരൻ്റ് അല്ലെങ്കിൽ ഒരു ആൻസെസ്റ്റർ, അതൊരു ഫാമിലി. എ ലാർജ് ഗ്രൂപ്പ് ഓഫ് സച്ച് ലാംഗ്വേജസ് ക്യാൻ ബി കോൾഡ് എ ലാംഗ്വേജ് ഫാമിലി. So the languages which have a common ancestor can be called a language family. A large group of such languages can be called a language family. ഇങ്ങനെ ധാരാളം ഭാഷകൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ സമാന സ്വഭാവ സവിശേഷതകളുള്ള സാദൃശ്യങ്ങളുള്ള ധാരാളം ലാംഗ്വേജസ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ നമുക്കൊരു ലാംഗ്വേജ് ഫാമിലി എന്ന് വിളിക്കാം. ദി പ്രോസസ് ഓഫ് ഡൈവേർജന്റ് ഡെവലപ്മെന്റ് ഓഫ് എ ലാംഗ്വേജ് ഗിവ്സ് റൈസ് ടു അതർ ന്യൂ ലാംഗ്വേജസ്. ദി അതർ ഡേ വി ഡിസ്കസ്ഡ് divergent development. Divergent means different types of development. What was it? What did we discuss in our last class? When a section of a particular speech community migrates to another region and lives under new conditions, ഒരു പ്രത്യേക സ്പീച്ച് കമ്മ്യൂണിറ്റി വേറൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു, പുതിയ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുമ്പോൾ ഇറ്റ് ലൂസസ് കോണ്ടാക്ട് വിത്ത് ഇറ്റ്സ് ഒറിജിനൽ ഹോം. എവിടെ നിന്നാണോ വന്നത് ആ രാജ്യവുമായി അല്ലെങ്കിൽ ആ നാടുമായുള്ള ബന്ധം നിലയ്ക്കുന്നു. അത് മാത്രമല്ല, ദി ലാംഗ്വേജ് ഓഫ് ദാറ്റ് കമ്മ്യൂണിറ്റി വിൽ ഓൾസോ ഡൈവേർജ്. ദി ലാംഗ്വേജ് ഓഫ് ദാറ്റ് കമ്മ്യൂണിറ്റി വിൽ ഓൾസോ അണ്ടർഗോ ചേഞ്ചസ്. When a section of a particular speech community migrates to another region and lives under new conditions, it loses contact with the original home and the language of that community will also diverge. After a few hundred years, after so many years, after few hundred years, it develops into another distinct language, another new language. This process is called divergent ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ ലാംഗ്വേജ് ഫാമിലി ഉണ്ടാകുന്നത് ഏതിൻ്റെ ഫലമായിട്ടാണ്? ഡൈവേർജൻ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഫലമായിട്ടാണ്. ദി പ്രോസസ് ഓഫ് ഡൈവേർജൻ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് എ ലാംഗ്വേജ് ഗീവ്സ് റൈസ് ടു അതർ ന്യൂ ലാംഗ്വേജസ്. ദി കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദി പേരൻ്റ് ലാംഗ്വേജ് വിൽ ബി ആഡഡ് ടു ദി ന്യൂ ഫീച്ചേഴ്സ് ഓഫ് ദി ന്യൂ ലാംഗ്വേജസ്. ഇങ്ങനെ ഡൈവേർജൻ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഫലമായിട്ട് പുതിയ ലാംഗ്വേജസ് ഉണ്ടാകുമ്പോൾ പേരൻ്റ് ലാംഗ്വേജിൻ്റെ പൊതുവായ സവിശേഷതകൾ പുതിയ ലാംഗ്വേജിൻ്റെ പുതിയ സവിശേഷതകളുമായി കൂട്ടിച്ചേർക്കപ്പെടുന്നു. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദി കോമൺ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പേരൻ്റ് ലാംഗ്വേജ് വിൽ ബി ആഡഡ് ടു ദി ന്യൂ ഫീച്ചേഴ്സ് ഓഫ് ദി ന്യൂ ലാംഗ്വേജസ്. Thus, various branches to the family of language will be created. Thus, numerous new branches to the family of languages will be created. അങ്ങനെയാണ് ലാംഗ്വേജസിൻ്റെ പുതിയ ശാഖകൾ ഉണ്ടാകും. These new branches of languages may be closely or distantly related to one another. ഒരു പ്രത്യേകതയുണ്ട്, ഇങ്ങനെ പുതിയ ലാംഗ്വേജസ് ആയിട്ട് മാറുന്നുവെങ്കിലും
These new branches of language may be closely or distantly related to one another. ഈ പുതിയ പുതിയ ലാംഗ്വേജസിന് പേരൻ്റ് ലാംഗ്വേജുമായി അല്ലെങ്കിൽ ഈ പുതിയ പുതിയ ലാംഗ്വേജസിന് പരസ്പരം വളരെ അടുത്ത ബന്ധമോ അല്ലെങ്കിൽ വിദൂരമായ ബന്ധങ്ങളോ തീർച്ചയായിട്ടുണ്ടാകും. സമാനതകളുണ്ടാകും. ഒരു ലാംഗ്വേജ് ഫാമിലിയിലെ ലാംഗ്വേജസ് തമ്മിൽ പരസ്പര ബന്ധം അല്ലെങ്കിൽ സമാനതകൾ തീർച്ചയായിട്ടും ഉണ്ടാകും. There are several such language families in this world. There are several such families such as Semitic. ഒരു ലാംഗ്വേജ് ഫാമിലിയാണ് സെമിറ്റിക്. SEMITIC, സെമിറ്റിക്. ഹെമിറ്റിക്, another language family, HAMITIC, ഹെമിറ്റിക് ലാംഗ്വേജ്. Ural Altaic, another language family. സെമിറ്റിക്, ഹെമിറ്റിക്, യൂറൽ അൾട്ടൈക് ആൻഡ് സിനോ ടിബറ്റൻ. സിനോ എന്ന് ഉച്ചരിക്കാം, സൈനോ എന്ന് ഉച്ചരിക്കാം. സിനോ ടിബറ്റൻ ഓർ സൈനോ ടിബറ്റൻ എക്സെട്ര. ദീസ് ആർ some of the language families. And the most important language family we have to study is the Indo-European family. IE family, Indo-European family. അപ്പോൾ സെമിറ്റിക് ഫാമിലിയും ഹെമിറ്റിക് ഫാമിലിയും യുറാൽ അൾട്ടേക്ക് ഫാമിലിയും സൈനോ ടിബറ്റൻ ഫാമിലിയും ഒന്നും നമ്മളിവിടെ പഠിക്കുന്നില്ല. നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഫാമിലിയായ ഇൻഡോ-യൂറോപ്യൻ ഫാമിലിയാണ് നമ്മൾ പഠിക്കുന്നത്. വി ആർ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ ഇൻഡോ-യൂറോപ്യൻ ഫാമിലി. The Indo-European family of languages is the ancestor of English and includes most of the European languages. The Indo-European language family includes most of the European languages and some of those of Asia. Iranian ആയാലും സാൻസ്ക്രിറ്റ് ആയാലും അങ്ങനെ ഏഷ്യയിലെ ചില ഭാഷകളും ഇൻഡോ-യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലിയിൽ ഉൾപ്പെട്ടതാണ്. So remember, the Indo-European family of languages is the ancestor of English and includes most of the European languages and also some of those of Asia. ഏഷ്യയിലെ നമ്മുടെ വടക്കേ ഇന്ത്യയിലെ ഗുജറാത്തീസ് മുതലായ ലാംഗ്വേജസ് ഒക്കെ ഇതിൽ വരുന്നതാണ്. ഹിന്ദി, ഗുജറാത്തിയൊക്കെ. When we examine German and Swedish languages, when we examine the German and the Swedish languages, we are convinced that they are closely related to English and the three must have descended from a common ancestor. നമ്മൾ ജർമ്മൻ ലാംഗ്വേജോ സ്വീഡിഷ് ലാംഗ്വേജോ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷുമായി കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. All these three languages have descended from a common ancestor. All these three languages means German, Swedish and English have descended from a common ancestor. പൊതുവായി ഒരു പേരൻ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു ആൻസസ്റ്ററിൽ നിന്നാണ് ജർമ്മനും സ്വീഡിഷ് ഇംഗ്ലീഷും ഒക്കെ ഉണ്ടായെന്ന് മനസ്സിലാക്കാൻ പറ്റും. ചില വാക്കുകൾ നോക്കിയാൽ മതി. മോഡേൺ ഇംഗ്ലീഷിൽ കല്ലെന്നുള്ള സ്റ്റോൺ, STONE, സ്റ്റോൺ. അതിന് ജർമ്മൻ ഇക്വലൻ്റ് എന്താണെന്ന് അറിയാമോ? സ്റ്റൈൻ, STEI. ജർമ്മൻ വന്നപ്പോഴത്തേക്ക് O എന്ന് പറയുന്ന വവലിന് പകരം EI വന്നു. സ്റ്റൈൻ. സ്വീഡിഷ് ലാംഗ്വേജിൽ സ്റ്റാൻ, STEN, സ്റ്റാൻ, STEN. O എന്ന് പറയുന്നത് E ആയിട്ട് മാറി. O became E, അല്ലേ? സ്വീഡിഷിൽ E ആയിട്ട് മാറി. വവലിന് മാറ്റം വന്നു. പിന്നെ ഇംഗ്ലീഷിലെ O, ജർമ്മനി വന്നപ്പോഴത്തേക്ക് ഒരു ഡിഫ്തോങ് EI ആയിട്ട് മാറി. സ്വീഡിഷിൽ നെതർ വവൽ E, ഇറ്റ് ബിക്കെയിം നെതർ വവൽ E ആയിട്ട് മാറി. ഇംഗ്ലീഷിലെ ബോൺ, BONE, ബോൺ. ബൈൻ, ജർമ്മൻ ലാംഗ്വേജിൽ ബൈനാണ്. സ്വീഡിഷ് ലാംഗ്വേജിൽ ബൻ, BN, ബൻ. നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഹോം, O മാറി EI വരുമ്പം ഹൈം. ജർമ്മൻ ലാംഗ്വേജിൽ ഹൈമാണ്. സ്വീഡിഷ് ലാംഗ്വേജിൽ HEM, ഹം. ഇതെല്ലാം ഇപ്പം സ്റ്റോൺ ആയാലും സ്റ്റൈൻ ആയാലും സ്റ്റൺ ആയാലും
ബോൺ, ബൈൻ, ബെൻ, ഹോം, ഹൈം, ഹം. ഇതെല്ലാം സാദൃശ്യമുണ്ടല്ലോ, ഉച്ചാരണത്തിൽ മാത്രമല്ല സ്പെല്ലിങ്ങിലും. വവൽസിലെ ഒരു ചേഞ്ച് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അത് തന്നെയാണ്. വവൽസിലെ മാറ്റവും അവസാനം വരുന്ന ഈയിലുള്ള ഈ വവൽ ചേഞ്ചും നോക്കിക്കഴിഞ്ഞാൽ so they have close similarities. So when we examine German, Swedish and English languages, we can clearly understand that all these three languages have descended from the same common ancestor. So words with O in English have German EI and Swedish E. The Indo-European family of languages, the most important family of languages, that is the Indo-European family of languages, most of the European languages and some of the Asian languages below. According to language experts, most of the modern languages in the world have come from a parent language. ലാംഗ്വേജ് എക്സ്പെർട്സിൻ്റെ അഭിപ്രായത്തിൽ ഈ ലോകത്തിലെ ധാരാളം ആധുനിക ഭാഷകൾ ഒരു പേരൻ്റ് ലാംഗ്വേജിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഇറ്റ് ഈസ് നോൺ ആസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫാമിലി ഓഫ് ലാംഗ്വേജ് ഈസ് നോൺ ആസ് ഇൻഡോ-യൂറോപ്യൻ ലാംഗ്വേജ്. ദറ്റ് ഈസ് ഇൻഡോ-യൂറോപ്യൻ ലാംഗ്വേജ്. All the European languages have descended from these parent language. All the European languages have descended come from this parent language. ഈ ആൻസെസ്ട്രൽ നിന്നുമാണ്, അല്ലെങ്കിൽ ഈ പേരൻ്റ് ലാംഗ്വേജിൽ നിന്നുമാണ് എല്ലാ യൂറോപ്യൻ ലാംഗ്വേജസും ഉണ്ടായിട്ടുള്ളത്. എങ്ങനെ? ത്രൂ ഡൈവേർജൻറ്റ് ഡെവലപ്മെൻറ്റ്. സിമിലർലി മോസ്റ്റ് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് have also descended from it. Most of the North Indian, our languages have also descended from it. Among the important world languages which do not belong to this group are Arabic, Chinese and Tamil. ഇനി ഇൻഡോ-യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലിയിൽ ഉൾപ്പെടാത്ത പ്രധാനപ്പെട്ട ലോക ഭാഷകൾ ഒന്ന് ചൈനീസ് ലാംഗ്വേജ്, അറബിക് ലാംഗ്വേജ്, തമിഴ് ലാംഗ്വേജ്, ദ്രവീഡിയൻ ലാംഗ്വേജ്, തമിഴ് ലാംഗ്വേജ്. ഇതൊന്നും ഇൻഡോ-യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി ഉൾപ്പെട്ടതല്ല. ദിസ് parent language was originally spoken by people living in Central Europe. This original language, Indo-European language, was originally spoken by people living in Central Europe. മധ്യ യൂറോപ്പിൽ വസിച്ചിരുന്ന ആളുകളാണ് പണ്ട് പുരാതന കാലത്ത് ഇൻഡോ-യൂറോപ്യൻ ലാംഗ്വേജ് എന്ന് പറയുന്ന നമ്മുടെ ആൻസസ്റ്റർ ലാംഗ്വേജ്, ഒരുപാട് സവിശേഷതകളുള്ള ഈ ലാംഗ്വേജ് സംസാരിച്ചിരുന്നത്. From the Central Europe, this language was taken to other parts of the world. ഈ ലാംഗ്വേജിനെ ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയത് സെൻട്രൽ യൂറോപ്പിൽ നിന്നുമാണ്. From there this language was taken to other parts of the world. As the language left its homeland, which language, Indo-European language, left its homeland of Central Europe, it started undergoing changes or divergent development. മാറ്റങ്ങൾ സംഭവിച്ചു. ഈ മറ്റു പല പ്രദേശങ്ങളിലേക്കും ഈ ആളുകൾ കൂട്ടമായി പോയി താമസം ഉറപ്പിച്ചപ്പോൾ അവരാദ്യകാലത്ത് സംസാരിച്ചിരുന്ന ഇൻഡോ-യൂറോപ്യൻ ലാംഗ്വേജിന് ഒരുപാട് പരിവർത്തനങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ദി ബ്രേക്കപ്പ് ഓഫ് ദി ഒറിജിനൽ ലാംഗ്വേജ് കെയിം ബൈ ദി ഡൈവേർജന്റ് ഡെവലപ്മെന്റ് ഓർ ദി ബ്രേക്കപ്പ് ഓർ ദി ഡിവിഷൻ of this original Indo-European language came by 2000 BC. 2000 BC യോടുകൂടിയാണ് പല ലാംഗ്വേജസ് ആയിട്ട് മാറാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഈ ഇൻഡോ-യൂറോപ്യൻ ലാംഗ്വേജിനൊരു മാറ്റം, ഒരു 8 ഡിവിഷൻസ് ആയിട്ട് മാറിയത്, അങ്ങനെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായത് 2000 BC അക്കോർഡിംഗ് ടു ലാംഗ്വേജ് എക്സ്പെർട്സിൻ്റെ അഭിപ്രായത്തിൽ ഇൻഡോ-യൂറോപ്യൻ ലാംഗ്വേജ് ബ്രോക്കപ്പ് ഇൻറ്റു 8 different branches. The Indo-European language broke up or divided into 8 different branches. 8 branches ആയിട്ടാണ് മാറിയത്. Which are the 8 branches we can see? ഇതിനൊരു ചാർട്ട് ഉണ്ടാക്കി പഠിക്കുന്നത് നല്ലതാണ്. പുസ്തകത്തിൽ ഇതിൻ്റെ ചാർട്ട് ഫോം ഉണ്ട്, അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കാം. ദി ഒറിജിനൽ പേരൻ്റ് ലാംഗ്വേജ്, ഒറിജിനൽ ഇൻഡോ-യൂറോപ്യൻ ലാംഗ്വേജ്.
ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ എ കോംപ്ലക്സ് വൺ, വളരെ സങ്കീർണമായ ഒരു ലാംഗ്വേജ്. ദി ഒറിജിനൽ പേരൻറ്റ് ലാംഗ്വേജ്, വിച്ച് ലാംഗ്വേജ്, ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ്, മസ്റ്റ് ഹാവ് ബീൻ എ കോംപ്ലക്സ് വൺ. ഇറ്റ്സ് ഗ്രാമർ വാസ് ഹൈലി ഇൻഫ്ലക്ഷണൽ. ഗ്രാമർ വാസ് കണ്ടിന്യൂലി ചേഞ്ചിങ്. ഒരുപാട് മാറ്റങ്ങൾ വരുന്നതായിരുന്നു ഗ്രാമർ. ഒരു സ്ഥിരഭാവം ഉണ്ടായിരുന്ന, സ്ഥായീ ഭാവം ഉണ്ടായിരുന്ന ഒന്നല്ല ഗ്രാമർ. ഈച്ച് വേർഡ് ഹാഡ് മെനി ഇൻഫെക്ഷണൽ ഫോംസ്. ഈച്ച് വേർഡ് ഇൻ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഹാഡ് സോ മെനി ഇൻഫെക്ഷണൽ ഫോംസ്. മാറ്റമുള്ള പല പല രൂപങ്ങളുണ്ടായിരുന്നു. എവരി നൗൺ ഹാഡ് 8 ഡിഫറെൻ്റ് കേസസ്. ഈച്ച് ആൻഡ് എവരി നൗൺ ഹാഡ് 8 ഡിഫറെൻ്റ് കേസസ്. 8 ഡിഫറെൻ്റ് കേസസ് ഉണ്ടായിരുന്നു. നമുക്ക് മോഡേൺ ഇംഗ്ലീഷ് ഗ്രാമറിൽ 5 കേസസേ ഉള്ളൂ. നോമിനേറ്റീവ് കേസ്, സബ്ജക്റ്റീവ് കേസ്, അക്യൂസേറ്റീവ് കേസ്, ഡേറ്റീവ് കേസ്, പൊസസീവ് കേസ്, വൊക്കേറ്റീവ് കേസ്, ഇങ്ങനെ 5 കേസുകൾ നമ്മുടെ മോഡേൺ ഗ്രാമറിലുള്ളൂ. പക്ഷേ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിൽ, നമ്മുടെ ഇംഗ്ലീഷിൻ്റെ പേരൻ്റ് ലാംഗ്വേജിൽ, നൗൺ ഹാഡ് 8 ഡിഫറെൻ്റ് കേസസ്. ആൻഡ് ദർ വെർ 3 ജെൻഡേഴ്സ്. ഇൻ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ദർ വെർ 3 ജെൻഡേഴ്സ്. 3 ജെൻഡേഴ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇംഗ്ലീഷിൽ 4 ജെൻഡേഴ്സ് ഉണ്ട്. ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിൽ 3 ജെൻഡേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. മസ്കുലൈൻ പുല്ലിംഗം, ഫെമിനൈൻ സ്ത്രീലിംഗം, ആൻഡ് ന്യൂട്ടർ നപുംസകലിംഗം. മസ്കുലൈനും ഫെമിനൈനും അല്ലാത്തത്. ഇംഗ്ലീഷിലാണെങ്കിൽ 4 ജെൻഡേഴ്സ്. മസ്കുലൈൻ, നമ്മുടെ ജെൻഡേഴ്സ് എല്ലാം സെക്സിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. മസ്കുലൈൻ ജെൻഡർ മീൻസ്, മസ്കുലൈൻ ജെൻഡർ ഷോസ് മെയിൽ സെക്സ്, ഫെമിനൈൻ ജെൻഡർ ഷോസ് ഫീമെയിൽ സെക്സ്, ന്യൂട്രൽ ജെൻഡർ ഷോസ് നൗൺ വിച്ച് ഡസ് നോട്ട് ബിലോങ് ടു ദീസ്. ഇതിലൊന്നും ഇല്ലാത്തത് മസ്കുലൈനും ഫെമിനൈനും അല്ലാത്തത് ന്യൂട്രൽ. കോമൺ ജെൻഡർ മീൻസ് വിച്ച് ക്യാൻ ബിലോങ് ടു ബോത്ത് ദീസ്. ഇത് രണ്ടിലും ഉൾപ്പെടാൻ കഴിയുന്നത്. മസ്കുലൈനും ആകാം ഫെമിനൈനും ആകാം. ചൈൽഡ്, ബേബി, ഇൻഫൻ്റ് എന്നൊക്കെ പറയുന്നത് പോലുള്ള കോമൺ ജെൻഡേഴ്സ്. ഇപ്പം 4 ജെൻഡേഴ്സ് ഉണ്ട്. പക്ഷേ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലിയിൽ 3 ജെൻഡേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. ദേ വേർ മസ്കുലൈൻ, ഫെമിനൈൻ ആൻഡ് ന്യൂട്രൽ. അത് സെക്സിനെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. അത് ഗ്രമേറിയൻസിന് ഇഷ്ടമുള്ളതിനെ മസ്കുലൈൻ എന്ന് വിളിക്കും, ഫെമിനൈൻ എന്ന് വിളിക്കും, ന്യൂട്രൽ എന്ന് വിളിക്കും. അല്ലാതെ ഇറ്റ് വാസ് നോട്ട് ബേസ്ഡ് ഓൺ സെക്സ്. ദി ഡിവിഷൻ വാസ് നോട്ട് ബേസ്ഡ് ഓൺ സെക്സ്. ദി ഗ്രമേറിയൻസ് ഡിസൈഡഡ് ദി സെക്സ്. ഗ്രമേറിയൻസ് ആണ് മസ്കുലൈൻ ആണോ ഫെമിനൈൻ ആണോ ന്യൂട്രൽ ആണോ എന്ന് തീരുമാനിക്കുന്നത്. The grammarians decided the sex. Thus it was grammatical gender, not a gender based on sex. Indo-European language had a grammatical gender system. Then the 8 different branches of the parent language were, the 8 different branches of the Indo-European language were Sanskrit, Sanskritam, Iranic, Persian, Iranic, Sanskrit, Iranic, Albanian, Baltic, Celtic, Germanic, Greek and Latin. Thus 8 languages, which are the 8 different branches of the parent language of Indo-European language. Sanskrit, Iranic, Persian, Albanian, Baltic, Celtic, Germanic, Greek and Latin. Sanskrit and Iranic were the Asiatic branches. നേരത്തെ പറഞ്ഞു ഏഷ്യാറ്റിക് ബ്രാഞ്ചസ് അല്ലെങ്കിൽ ഏഷ്യയിലുള്ള ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ്, അതിൽ നിന്ന് ഡൈവേർജ് ചെയ്ത ലാംഗ്വേജസ്, they are Sanskrit and Iranic. Sanskrit language, Iranic languages. And the others are the European branches. The others, European branches. Other languages are European branches. ബാക്കിയുള്ളതെല്ലാം യൂറോപ്യൻ ബ്രാഞ്ചസ് ആണ്. യൂറോപ്യൻ ബ്രാഞ്ചസ് എന്ന് പറയുമ്പം നമ്മൾ സാൻസ്ക്രിറ്റും ഇറാനിക്കും മാത്രം ഏഷ്യാറ്റിക് ബ്രാഞ്ചസ്, അൽബേനിയനും ബാൾട്ടിക്കും കെൽറ്റിക്കും ജർമാനിക്കും ഗ്രീക്കും ലാറ്റിനും ഒക്കെ യൂറോപ്യൻ ബ്രാഞ്ചസ് ആണ്. ആ 6 എണ്ണം യൂറോപ്യൻ ബ്രാഞ്ചസ്. From Sanskrit came most of the North Indian languages like Hindi and Gujarati. ഇതിലെ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിൽ ഡൈവേർജ് ചെയ്തുണ്ടായ ഏഷ്യാറ്റിക് ബ്രാഞ്ചായ സാൻസ്ക്രിറ്റിൽ നിന്നുമാണ് നമ്മുടെ ഹിന്ദി, നമ്മുടെ രാഷ്ട്രഭാഷയായ
ഹിന്ദിയും ഗുജറാത്തിയും, ഗുജറാത്തിലെ ഭാഷയായ ഗുജറാത്തി ഉണ്ടായിരിക്കുന്നത്. ഫ്രം ഇറാനിക്കയും, ഇനി ഏഷ്യാറ്റിക് ബ്രാഞ്ചായ ഇറാനിക് ലാംഗ്വേജിൽ നിന്നുണ്ടായ മറ്റ് ലാംഗ്വേജസ്. ഇറാനിക്കയും മോഡേൺ പേർഷ്യൻ, ദെൻ ആർമേനിയൻ, ARMENIAN, ആർമേനിയൻ ആൻഡ് പാഷ്തോ ലാംഗ്വേജസ്, PASHTO, പാഷ്തോ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ താലിബാൻ ഇപ്പോൾ പിടിച്ചെടുത്ത നമ്മുടെ അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാനിലെ ഒഫീഷ്യൽ ലാംഗ്വേജാണ് പാഷ്തോ ലാംഗ്വേജ്. പിന്നെ പാകിസ്ഥാൻ പോലുള്ള പല മുസ്ലിം രാഷ്ട്രങ്ങളിലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ലാംഗ്വേജാണ് പാഷ്തോ ലാംഗ്വേജ്. PASHTO, പാഷ്തോ ലാംഗ്വേജസ്. സോ റിമെമ്പർ, ഫ്രം ഇറാനിക് കെയിം മോഡേൺ പേർഷ്യൻ, ആർമേനിയൻ ആൻഡ് പാഷ്തോ ലാംഗ്വേജസ്. മോഡേൺ റഷ്യൻ കെയിം ഫ്രം ദി ബാൾട്ടിക് ബ്രാഞ്ചസ്. ഇതിലെ ഇൻഡോ യൂറോപ്യൻ ഫാമിലിയിലെ ഒരു പ്രധാന ഡിവിഷനായ ബാൾട്ടിക് ലാംഗ്വേജിൽ നിന്നാണ് മോഡേൺ റഷ്യൻ ലാംഗ്വേജ് ഉണ്ടായിരിക്കുന്നത്. മോഡേൺ റഷ്യൻ കെയിം ഫ്രം ദി ബാൾട്ടിക് ബ്രാഞ്ച്. കെൽറ്റിക് ലാംഗ്വേജ് നോ ലോങ്ങർ എക്സിസ്റ്റ്. ഇൻഡോ യൂറോപ്പിൻ്റെ ഒരു ഡിവിഷനായ ബ്രാഞ്ചായ കെൽറ്റിക് ലാംഗ്വേജ് ഇന്നില്ല. ഇറ്റ് ഹാസ് ബിക്കം എക്സ്റ്റിങ്ക്റ്റ്, ബട്ട് ഇറ്റ്സ് ട്രേസസ് ക്യാൻ ബി സീൻ ഇൻ വെൽഷ് ആൻഡ് ഐറിഷ് ലാംഗ്വേജ്. വെയിൽസിലെ ലാംഗ്വേജായ വെൽഷ് ലാംഗ്വേജിലും അയർലൻഡ് ലാംഗ്വേജ് ഐറിഷ് ലാംഗ്വേജിലും അതിൻ്റെയൊക്കെ അംശങ്ങൾ, അതിൻ്റെയൊക്കെ ചില ഘടകങ്ങൾ, കെൽറ്റിക് ലാംഗ്വേജിൻ്റെ ഘടകങ്ങൾ കാണാം. സോ കെൽറ്റിക് ലാംഗ്വേജ് നോ ലോങ്ങർ എക്സിസ്റ്റ്, ബട്ട് ഇറ്റ്സ് ട്രേസസ് ക്യാൻ ബി സീൻ ഇൻ വെൽഷ് ആൻഡ് ഐറിഷ് languages. From Germanic, very important language, we have to study it better because it is from this Germanic language English language has descended. From Germanic we have English, പിന്നെ പേര് സൂചിപ്പിക്കുന്ന പോലെ ജർമ്മൻ, ഡച്ച്, പോളണ്ടിലെ ലാംഗ്വേജ് ആയ ഡച്ച്, ആൻഡ് ദി സ്കാൻഡിനേവിയൻ ലാംഗ്വേജസ്. ഫ്രം Germanic language we have English, German, Dutch and the Scandinavian languages. Most of the South European languages, ദക്ഷിണ യൂറോപ്യൻ ലാംഗ്വേജസ് പലതും, most of the South European languages have come from Latin. Most of the South European languages have come from Latin language. ഇപ്പോൾ ധാരാളം സൗത്ത് യൂറോപ്യൻ ലാംഗ്വേജസ്, ദക്ഷിണ യൂറോപ്യൻ ഭാഷകൾ ഉണ്ടായത് ലാറ്റിൻ ലാംഗ്വേജിൽ നിന്നാണ്. ദേ ഇൻക്ലൂഡ് പിന്നെ ലാറ്റിൻ ലാംഗ്വേജിൽ നിന്നുണ്ടായ മറ്റ് ഭാഷകൾ. സോ മോസ്റ്റ് ഓഫ് ദി സൗത്ത് യൂറോപ്യൻ ലാംഗ്വേജസ് ഹാവ് കം ഫ്രം ഓർ ഡിസെൻഡഡ് ഫ്രം ലാറ്റിൻ ലാംഗ്വേജ്. ദേ ഇൻക്ലൂഡ് ഇറ്റാലിയൻ, ലാറ്റിനിൽ നിന്നാണ് ഇറ്റാലിയൻ ലാംഗ്വേജ് ഉണ്ടായത്. ഫ്രഞ്ച്, ലാറ്റിനിൽ നിന്നാണ് ഫ്രഞ്ച് ഉണ്ടായത്. സ്പാനിഷ്, സ്പെയിനിലെ ലാംഗ്വേജായ സ്പാനിഷ്, and Portuguese. So these are the chief languages that have descended from Latin language. ഇപ്പോൾ ലാറ്റിൻ ലാംഗ്വേജിൽ നിന്നുണ്ടായ ലാംഗ്വേജസ് ഏതൊക്കെയാണ്? ഇറ്റാലിയൻ, ഫ്രഞ്ച്, സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ്. ഇനി ഒരു പ്രത്യേകതയുണ്ട്. ഈ ഇറ്റാലിയൻ, ഫ്രഞ്ച്, സ്പാനിഷ്, പോർച്ചുഗീസ് ലാംഗ്വേജസിന് ഒരു പേരുണ്ട്. These languages are known as റൊമാൻസ് ലാംഗ്വേജസ്. ROMANCE, റൊമാൻസ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ റൊമാൻസിന് പറ്റിയ ലാംഗ്വേജസ് അല്ല. റോമൻ ലാംഗ്വേജ്, ലാറ്റിൻ റോമൻ ലാംഗ്വേജ് ആയിരുന്നല്ലോ. റോമൻ ലാംഗ്വേജസ് എന്നർത്ഥം വരുന്ന റൊമാൻസ് ലാംഗ്വേജസ് അല്ല, റൊമാൻസിന് ഉപയോഗിക്കുന്ന ലാംഗ്വേജസ് അല്ല. റൊമാൻസ് ലാംഗ്വേജസ്, ROMANCE, which are the chief romance languages: Italian, French, Spanish and Portuguese. These are the languages which came to be known as Romance languages. This is because they have come from Rome. റോമിൽ നിന്നാണ് ഉണ്ടായത്, ലാറ്റിനിൽ നിന്നാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് റൊമാൻസ് ലാംഗ്വേജസ് എന്ന് വിളിക്കുന്നത്. സോ ദർ ഈസ് ഇനഫ് എവിഡൻസ് ടു എസ്റ്റാബ്ലിഷ് ദി കോമൺ ഒറിജിൻ ഓഫ് ദി എബോവ് മെൻഷൻ ലാംഗ്വേജസ്. മുകളിൽ പറഞ്ഞ ലാംഗ്വേജസ് എല്ലാം ഇപ്പം ഏഷ്യാറ്റിക് ബ്രാഞ്ചിന് യൂറോപ്യൻ ബ്രാഞ്ചുമായിട്ടുള്ള സാദൃശ്യം ഇത് തെളിയിക്കാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ദർ ഈസ് ഇനഫ് എവിഡൻസ്, ഇനഫ് പ്രൂഫ് ടു എസ്റ്റാബ്ലിഷ് ദി കോമൺ ഒറിജിൻ ഓഫ് ദി എബോവ് മെൻഷൻ ലാംഗ്വേജസ്.
if we examine some of the basic words used in different languages, we can see the close affinity. Affinity means similarity. If we examine some basic words used in different languages, we can see close affinity, close similarity. We can look at some examples in Sanskrit, Latin and English words. നമുക്ക് സംസ്കൃതത്തിലെയും ലാറ്റിനിലെ ഇംഗ്ലീഷിലെ ചില വേർഡ്സ് തമ്മിലുള്ള സാദൃശ്യം നോക്കാം. സംസ്കൃതത്തിൽ പിത, PITA, പിത, അത് ലാറ്റിൻ ലാംഗ്വേജിൽ പെയ്റ്റ്, PATE. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഫാദർ, ഇത് മൂന്നും സദൃശ്യമാണല്ലോ, സാദൃശ്യമുണ്ടല്ലോ. പിറ്റ, പെയ്റ്റ്, ഫാദർ. മാത സംസ്കൃതത്തിൽ, ലാറ്റിനിലെ മെയ്റ്റ്, ഇംഗ്ലീഷിൽ മദർ. അപ്പോൾ മാതായും മെയ്റ്റ്, മദർ. അപ്പം സംസ്കൃതത്തിലെയും ലാറ്റിനിലെയും ഇംഗ്ലീഷിലെയും വാക്കുകൾ തമ്മിൽ അടുത്ത സദൃശ്യമുണ്ടല്ലോ. സംസ്കൃത, ലാറ്റിനിൽ സ്റ്റോപ്പ്, ഇംഗ്ലീഷിൽ സ്റ്റാൻഡ്, സ്റ്റാൻഡ്. സംസ്കൃതത്തിൽ വിദ്യ എന്നുള്ളതിന്, VIDYA, വിദ്യ എന്നുള്ളതിന് വിഡിയോ, VIDEO, വിഡിയോ. ലാറ്റിനിൽ വിഡിയോ. ഇംഗ്ലീഷിൽ വിറ്റ്, WIT, സദൃശ്യമാണല്ലോ. സംസ്കൃതത്തിൽ യുഗ, ലാറ്റിനിലെ യുഗ, ഇംഗ്ലീഷിൽ യോക്ക്, YOK, സദൃശ്യമാണ്. The numbers up to 10 are also similar in different languages. ഇതുപോലെ സംസ്കൃതം, ലാറ്റിൻ, ഇംഗ്ലീഷ് എടുത്തു കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ, ലാറ്റിൻ, ഇംഗ്ലീഷിൽ the numbers up to 10 are also similar. The numbers after 10 are different. 10 ശേഷമുള്ള നമ്പേഴ്സിൽ വ്യത്യാസമുണ്ട്. This is because in the primitive period there were only 10 numbers. കാര്യം എന്താ? in the primitive period, പണ്ട് 2000 BC-യിലും 3000 BC-യിലും ഒക്കെ there were only 10 numbers. This was because they had only 10 fingers. വിരലുകളായിരുന്നു എണ്ണുന്നത്, 10 ഫിംഗേഴ്സ് അല്ലേ ഉള്ളൂ. അതുകൊണ്ട് 10 വരെയുള്ള നമ്പേഴ്സേ പണ്ട് പ്രിമിറ്റീവ് പീരീഡിൽ, ആദിമകാലത്തുണ്ടായിരുന്നു. അപ്പം സംസ്കൃതത്തിൽ ദി, ലാറ്റിനിൽ ഡിയോ, ഇംഗ്ലീഷിൽ 2, 2. ദ്വി, ലാറ്റിനിൽ ഡിയോ, ഇംഗ്ലീഷിൽ 2. സംസ്കൃതത്തിൽ ത്രൈ, ലാറ്റിനിൽ ട്രൈ, ഇംഗ്ലീഷിൽ 3. സദൃശ്യമുണ്ടല്ലോ, സാമ്യമുണ്ടല്ലോ ഈ 3 വാക്കുകൾ. ട്രൈ, 3. പാഞ്ച് സംസ്കൃതത്തിൽ എന്താണെന്നറിയാം? പാഞ്ച്. ലാറ്റിനിൽ പെൻഡാമീറ്ററൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അയാംബിക് പെൻഡാമീറ്ററൊക്കെ, പെൻഡ. ഇംഗ്ലീഷിൽ 5, പാഞ്ച്, പെൻഡ, 5. സാൻസ്ക്രിറ്റിൽ സപ്ത, ലാറ്റിനിൽ സെപ്റ്റ, SEPTA, സെപ്റ്റ. ഇംഗ്ലീഷിൽ 7. അഷ്ട, സംസ്കൃതത്തിൽ അഷ്ട, 8. അഷ്ടാംഗമാർഗം എന്ന് കേട്ടിട്ടുണ്ടല്ലോ, 8-fold path. അഷ്ട. ലാറ്റിനിൽ ഒക്ടോ, ഇംഗ്ലീഷിൽ 8. സാദൃശ്യമുണ്ടല്ലോ. 9 എന്നുള്ളതിന് നവ, സംസ്കൃതത്തിൽ നവഗ്രഹങ്ങൾ, നാൺ, ലാറ്റിനിൽ 9. ഇംഗ്ലീഷിൽ. സംസ്കൃതത്തിൽ ദശം, ലാറ്റിനിലെ ഡെക്കം, ഇംഗ്ലീഷിൽ 10. Our see these words, these numerals up to 10 also are similar in the different languages like Sanskrit, Latin and English. Many common words we speak or we use also speak of the close relationship, close similarity between English and Sanskrit. The English word paradise is paradisa in Sanskrit. Paradise in English പറയുന്നതിന് സംസ്കൃതത്തിൽ പർദീസ, സ്വർഗം, പർദീസ എന്ന് പറയുന്നു. The English word widow, വിധവ എന്നുള്ളതിന് വിഡോ, സംസ്കൃതത്തിൽ വിധവ തന്നെ, വിധവ. The English word widow is vidhava in Sanskrit.
സിമിലർലി ദി ഇംഗ്ലീഷ് വെർബ് നമ്മുടെ പ്രൈമറി ഓക്സിലറി ആയ ബി ഭവ, BHAVA, ഭവ ഇൻ ഇംഗ്ലീഷ്. ബി എന്ന് പറയുന്ന വെർബ് സംസ്കൃതത്തിൽ ഭവയാണ്, ബി എന്ന് പറയുന്ന ഇംഗ്ലീഷ് വെർബ്. സോ ദീസ് ഷോ ദി ക്ലോസ് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ദീസ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ്. അപ്പം നമ്മുടെ ഈ ലാംഗ്വേജസ് എല്ലാറ്റിനും ഒരു ആൻസസ്റ്റർ ആയിരുന്നു. അതേതാണ്? ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ്. ആൻസസ്റ്റർ ഓഫ് ഓൾ ദീസ് വേരിയസ് യൂറോപ്യൻ ആൻഡ് ഏഷ്യാറ്റിക് ലാംഗ്വേജസ്.